ജിൽസി, ഞാനുള്ളത് എറണാകുളത്ത് വെസ്റ്റ് കടങ്ങല്ലൂരിലുള്ള സർക്കാർ സ്കൂളിലാണ്. ഇവിടെയാണ് ഈ പ്രവേശനോത്സവത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത്. ഇവിടെയാണ് മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ജിൽസി സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ പാട്ടും കാര്യങ്ങളുമൊക്കെയാണ് നമ്മളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ കുട്ടികളാരും എത്തിത്തുടങ്ങിയിട്ടില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ എത്തിത്തുടങ്ങുമെന്നാണ് ടീച്ചർമാരൊക്കെ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ട് ഈ സ്കൂളിൻ്റെ ഒരു മുറ്റവും മറ്റ് പരിസരങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാന വട്ട മിനുക്ക് പണികളിലേക്കാണ് കടക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും ആകർഷകമാക്കുന്ന ഈ കളറുകളും ഈ പൂക്കളും ഈ പൂമ്പാറ്റകളും ഒക്കെയാണ്. ആ ഒരു കാര്യം മുൻനിർത്തി തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള വളരെ വർണ്ണാഭമായിട്ട് മിക്ക സ്ഥലങ്ങളും സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങൾ, അവരുടെ ക്ലാസ് മുറികൾ എല്ലാം തന്നെ വളരെ വർണ്ണാഭമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ കുഞ്ഞനുജത്തിമാരെയും അനിയന്മാരെയും വരവേൽക്കാനായിട്ട് അതിൻ്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ടീച്ചർമാരോടൊപ്പം മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ കൂടിയാണ്. ഒരുപാട് കുട്ടികളെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയം മുമ്പ് വരെ വളരെ രാവിലെ തന്നെ ഒരുപാട് കുട്ടികളെത്തി ഈ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. നമ്മൾ കുറച്ച് മുൻപ് ഈ ടീച്ചർമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ രാവിലെ ഒന്ന് വന്നു, പക്ഷെ ഞങ്ങളുടെ കുട്ടികളില്ലായിരുന്നെങ്കിൽ, ഞങ്ങളുടെ മുതിർന്ന കുട്ടികളില്ലായിരുന്നെങ്കിൽ ഇതുപോലെ മനോഹരമാകില്ലായിരുന്നു എന്നാണ് ഈ ടീച്ചർമാരൊക്കെ പറഞ്ഞത്. അങ്ങനെ തങ്ങളുടെ കുഞ്ഞനുജന്മാരെയും അനുജത്തിമാരെയും ഒക്കെ വരവേൽക്കാനായിട്ട് ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നേരത്തെ എത്തി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി. നമുക്ക് ഈ ഉദ്ഘാടനം നടക്കുന്ന ഈ ഒരു ഹോളും കാര്യങ്ങളുമൊക്കെ കാണാം. അതായത് ഹോളിൻ്റെ ചുമരുകൾ നിറച്ച് പൂമ്പാറ്റകളാണ്. നിറച്ച് പൂമ്പാറ്റകളെ കൊണ്ട് എല്ലാം പൂമ്പാറ്റകൾ ഒട്ടിച്ച് വെച്ച് നമുക്ക് അറിയാം. ഈ ഇത്രയും കാലം അല്ലെങ്കിൽ ഒരു 2-3 കൊല്ലം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ തണലിൽ നിന്നിട്ട് അവർ പൂമ്പാറ്റകളായിട്ട് ഒരു അക്ഷര ലോകത്തേക്ക് പടർന്ന്. അതെ ലിഡിയ, കാരണം നമുക്കറിയാം വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അധ്യാപകർക്കുള്ളത്. കാരണം ഓരോ വീട്ടിലെ രാജകുമാരനും രാജകുമാരിയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. അവരൊക്കെ നന്നായി നോക്കുകയും വേണം അധ്യാപകർ. ഒപ്പം തന്നെ ലിഡിയ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കണ്ടു, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ലിഡിയക്ക് ഈ സമയത്ത് ലിഡിയ ആദ്യമായിട്ട് സ്കൂളിൽ പോയതും ആ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് കരഞ്ഞു വിളിച്ചോ? ജിൽസി, ഞാൻ എൻ്റെ ഇരട്ട സഹോദരനൊപ്പമാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടിനൊരാൾ ഉള്ളത് കൊണ്ട് തന്നെ കരഞ്ഞില്ല എന്നാണ് എൻ്റെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞത്. എനിക്ക് കൃത്യമായിട്ടുള്ള ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്ഷെ കരഞ്ഞില്ല എന്നുള്ളതാണ് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞത്. കാരണം കൂട്ടിന് ഒരാളുണ്ടായിരുന്നു, എൻ്റെ ഇരട്ട സഹോദരനുണ്ടായിരുന്നു കൂട്ടിന്. അന്നും ഇതുപോലെ തന്നെ എനിക്ക് ചെറിയ ചെറിയ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ വർണ്ണങ്ങളും കാര്യങ്ങളും ബലൂണുകളും പായസം മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് എൻ്റെ സഹോദരനോടൊപ്പം ഇരുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഓർമ്മ വരിക. നമുക്ക് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക നമ്മുടെ സ്കൂൾ കാലഘട്ടം തന്നെയായിരിക്കും. ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളേറ്റവും ഓർമ്മിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നമ്മളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പാറി പറന്ന് നടന്ന ഒരു കാലഘട്ടം തന്നെയാണല്ലോ. അപ്പോൾ ആ സ്കൂളിലേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടവും അത്ര ആ മധുര സ്മരണകളൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. അതേപോലെ തന്നെയാണ് അത്രയും ഒരു ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ സമ്മാനിക്കുന്ന ഒരിടം തന്നെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഈ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും വർണ്ണ കാഴ്ചകളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണുമ്പോഴും നമുക്ക് നമ്മുടെ കുട്ടിക്കാലം കൂടിയാണ് ഓർമ്മ വരുന്നത്. ടീച്ചറെ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ട് ഇന്നലെ രാത്രി 7:30 വരെയാണ് ഞാനിവിടെ നിന്ന് ഇതൊക്കെ ചെയ്തത്. പിന്നെ രാത്രി മുഴുവൻ PTA-ക്കാരും മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാവരും പങ്കെടുത്ത് നല്ല ഭംഗിയായിട്ട് പരമാവധി ഭംഗിയായിട്ട് പോകുന്നു. ഇന്നത്തെ പരിപാടികൾ നല്ല ഭംഗിയായിട്ട് തീർക്കാൻ ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതിനേലും ഉപരിയായിട്ട് മഴ മാറി നിന്നതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ സാധാരണഗതിയിൽ 1-ാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ വരിക ഈ നല്ല മഴയത്ത് കൊടയൊക്കെ ചൂടി പോകുന്നതാണല്ലോ നമുക്ക് മനസ്സിൽ വരിക. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മഴയൊക്കെ ഇല്ല, വെയിലാണ്, നല്ല വെയിൽ, വളരെ നല്ല അന്തരീക്ഷം. ഞങ്ങളുടെ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും എല്ലാം കൂടി ആയിട്ടായിരിക്കും എല്ലാവരും ഒത്തൊരുമ, എല്ലാവരുടെയും കൂടി ഒത്തൊരുമയുണ്ട്. ടീച്ചേഴ്സ് ആയാലും PTA ആയാലും SMC എല്ലാവരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, എല്ലാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും ഫലമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം കാലാവസ്ഥയുടെ ഒരു ഇതും കൂടി അനുഗ്രഹം നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അതിശക്തമായ മഴയായിരുന്നു, അതിന്ന് മാറിയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭംഗിയായൊരു അന്തരീക്ഷം വന്നേക്കണം. ഇനിയുള്ള അങ്ങളൊക്കെ ഭംഗിയായി തീരാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അത്രയും മനോഹരമായിട്ട് ഈ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞിട്ടുണ്ട്. ശരിയെന്ന് അത് തന്നെയാണ് ജിൽസി. ടീച്ചർമാരും ഒപ്പം PTA-യുടെ ആളുകളും എല്ലാവരും ഉണ്ട് ഈ കുട്ടികളെ വരവേൽക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികളൊന്നും വന്നാൽ മതി. ഒരു 9 മണിയോടെ കുട്ടികളെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ്
എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.